ഇവിടെ നാം കാണുന്ന ചോദ്യം, 60 വർഷങ്ങൾക്ക് മുമ്പ് സുഡാനിലെ കാദിയെ അവലംബിക്കണമെങ്കിൽ തൗഹീദും സുന്നത്തുമുള്ള ആളായിരിക്കണമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ നടത്തിയ ഫത്വ ഉയർത്തി അദ്ദേഹത്തിന്റെ നിലപാട് ഇതാണെന്ന് ചില സഹോദരന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ ഷെയ്ഖിന്റെ പല ഫത്വകളിലും കാണുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ നാട്ടുകാരോടൊപ്പമാണ് നോമ്പും പെരുന്നാളും നടത്തേണ്ടത്. സൗദിയുടെ മാസപ്പിറവി അല്ല പരിഗണിക്കേണ്ടതെന്നും കാണുന്നു. ഇതിന്റെ നിജസ്ഥിതി എന്താണ്? തീർച്ചയായിട്ടും ഷെയ്ഖ് ഇബ്നു ബാസ് ആകട്ടെ, സൗദി അറേബ്യയിലെ മറ്റു കിബാറുൽ ഉലമായിൽപ്പെട്ട പണ്ഡിതന്മാരാകട്ടെ, എല്ലാവരും പറയുന്ന നസീഹത്ത് ഒന്നാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളാകട്ടെ, അമുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളാകട്ടെ, എല്ലാവരും അവരുടെ നാടുകളിൽ ഒന്നിച്ചാണ് പെരുന്നാളും നോമ്പുമൊക്കെ അനുഷ്ഠിക്കേണ്ടത്. അതല്ലാതെ ആദർശ വ്യത്യാസം അനുസരിച്ച് സൂഫികൾക്ക് വേറെ നോമ്പും പെരുന്നാളും, സലഫികൾക്ക് വേറെ നോമ്പും പെരുന്നാളും ഈ ഒരു രൂപത്തിൽ ആരും ഫത്വ നൽകുന്നില്ല, ആരും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഇവരുടെ ഇഷ്ടാനുസാരം ഈ ഒരു ഫിത്നക്കനുസരിച്ച് പണ്ഡിതന്മാരുടെ ഫത്വ വളച്ചൊടിക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിജസ്ഥിതി എന്നാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ശരിക്ക് തുറന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്നെ പോലെയുള്ള തുല്ലാബുൽ ഇൽമിനുണ്ട്. ഇവിടെ ഈ ഒരു ഫത്വ വായിച്ച് തെറ്റിദ്ധരിപ്പിച്ച, അല്ലെങ്കിൽ ഇവർ വായിക്കാതെ വിട്ടുപോയ, ഇവരുടെ ഭാഷയിൽ മൂടിവെച്ച ചില ഭാഗങ്ങളാണ് നാം ഇവിടെ കാണിക്കുന്നത്. എന്താണ് വിഷയം? 63 വർഷങ്ങൾക്ക് മുമ്പ് സുഡാനിൽ നിന്ന് ഷെയ്ഖിലേക്ക് എത്തിപ്പെട്ട ഒരു ചോദ്യമാണ്. ദീർഘമായ ചോദ്യം, ദീർഘമായ ഫത്വ. ഇവിടെ ഷെയ്ഖ് പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ കാണുന്നത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മജ്മൂഉ ഫത്താവ 15-ാം വാല്യം 77-ാമത്തെ പേജാണ്. ഹിജ്റ 1383 ഷെയ്ഖിന് ഈ ഒരു ചോദ്യം വരുന്നത്. എത്രമാത്രം പഴക്കമുണ്ട്? അതായത് 63 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ ഇവര് വിട്ടുപോയ പ്രസക്തമായ ഭാഗമാണ് ഇവിടെ നാം ഒന്നാമതായി വായിക്കുന്നത്. അതായത് ഈ ഒരു വിഷയം എന്താണ്? ചോദ്യത്തിന്റെ രത്നചുരുക്കം എന്താണ്? അതായത് ഖാദിയുടെ വിഷയം മാത്രമല്ല, അതൊരു വിഷയമായിട്ട് പിന്നീട് ചോദിക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതായത് ഞങ്ങൾ ഏത് മാസപ്പിറവി അനുസരിച്ചാണ് ഞങ്ങൾ നോമ്പെടുക്കേണ്ടത്? അതായത് ഹിജാസിലെ, സൗദി അറേബ്യയിലെ മാസപ്പിറവി പരിഗണിച്ചുകൊണ്ടാണോ, അതല്ല സുഡാനിലെ മാസപ്പിറവി അനുസരിച്ചാണ് ഞങ്ങൾ നോമ്പെടുക്കേണ്ടത്, ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യമാണ്. അതിന്റെ കൂടെ വന്നൊരു ചോദ്യമാണ്, ഇവിടെ ശർഈയായ ഒരു ഖാദി, തീരുമാനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചില സാക്ഷികളുടെ ഷഹാദത്ത് പരിഗണിക്കുന്നു. ആ സാക്ഷിയാകട്ടെ ഒരു പക്ഷെ ഫാസിഖായിരിക്കും, അല്ലെങ്കിൽ കാഫിറായിരിക്കും, അല്ലെങ്കിൽ മരിച്ചവരോട് ദുആ ചെയ്യുന്ന ആളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് പിന്നെ ഷെയ്ഖ് പറയുന്നത്, അതായത് ഖാദി തൗഹീദും സുന്നത്തുമുള്ള ആളായിരിക്കണം, വിശ്വസ്തരായ സത്യസന്ധരായ സാക്ഷികളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം വിധി പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇവര് വായിക്കാതെ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താണിത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ഒരു മറുപടി പറയുമ്പോൾ സഹോദരന്മാരെ നാം ശ്രദ്ധിക്കണം. 63 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഫത്വയാണല്ലോ. ഷെയ്ഖ് പറയുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് പറയാണ്, ഞാൻ മറ്റു പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദ്യകർത്താവെ, താങ്കൾ വീണ്ടും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ഭാഗം വായിച്ചില്ല? കാരണം ഷെയ്ഖ് ഇബ്നു ബാസ് കൃത്യമായി പറയുന്നുണ്ട്, വലാകിൻ ഹുനാക മസ്അലത്തുൻ ഹാമത്തുൻ വാഖിയ്യ, വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതായത് സൗദി അറേബ്യയിൽ തിങ്കളാഴ്ച രാവിലാണ് മാസം ഉറപ്പിച്ചതെന്ന് വിചാരിക്കുക, സുഡാനിലാകട്ടെ ചൊവ്വാഴ്ച രാവിലാണ് മാസം ഉറപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിലെ ഹിജാസിലെ മാസപ്പിറവി കണക്കാക്കി സുഡാനിലെ ഗവൺമെന്റ് തീരുമാനം പറഞ്ഞില്ല, അപ്രകാരം സുഡാനിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചില്ല. അപ്പൊ എന്താണ് ഫമാദ യഫ്അലുഹു മൻ ഫിസ് സുദാനി മിനൽ മുസ്ലിമീൻ? സുഡാനിലെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഗവൺമെന്റ് തീരുമാനിച്ചത് പ്രകാരം മുന്നോട്ട് പോകണോ, അതല്ല സൗദി അറേബ്യയിലുള്ള കാഴ്ച പ്രകാരം അവർ പ്രവർത്തിക്കണമോ എന്നാണ് ചോദ്യം. ഷെയ്ഖ് പറയാണ്, ഹാദിഹി മസ്അലത്തുൻ അദീമ, ഇത് ഗുരുതരമായ ഗൗരവമുള്ള ഒരു مسألة. وقد ورد علي فيها أسئلة من بعض البلاد المجاورة وتذاكرت فيها مع جماعة من العلماء وإلى حين التاريخ لم يطمئن القلب إلى الحكم فيها. ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഇത് വായിച്ചില്ല? അതായത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ എന്നിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചില പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഡേറ്റ് പ്രകാരം ഈ നിമിഷം വരെ ഈ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. വഅസ്അലുല്ലാഹ അൻ യമുന്ന അലൈനാ വഅലൈക്കും ബിത്തൗഫീഖി ലിമഅരിഫത്തിൽ ഹഖ് വത്തിബാഇഹി. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അതായത് ഈ വിഷയത്തിൽ ഹക്ക് അറിയുവാനും ഹക്കിനെ അവലംബിക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലാ സിയമ ഫി മവാദിഇൽ ഇഖ്തിലാഫി വൽ ഇസ്തിബാ, ഇങ്ങനെയുള്ള ഭിന്നതയുള്ള അവ്യക്തമായ ഇങ്ങനെയുള്ള ഇഷ്കാലുള്ള വിഷയങ്ങളിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി. വലാ മാനിഅ മിൻ മുറാജഅതികും ലനാ ഫി ഹാദിഹിൽ മസ്അലതി ബിഖുസൂസിഹാ ഫി വഖ്തിൻ ആഖർ, വേറൊരു സമയത്ത് താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്. അപ്പൊ സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ മറ്റു പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പുള്ള ഫത്വയാണിത്. ആ ഫത്വയിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത് എന്താണ്? തൗഹീദും സുന്നത്തും വേണം. ഒരു ഖാദി മാസപ്പിറവി പ്രഖ്യാപിച്ചത് അംഗീകരിക്കണമെങ്കിൽ
ജീവിക്കണമെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ തൗഹീദും സുന്നത്തും വേണം എന്ന് പറയുന്ന ഈ ഫത്വ, അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ വായിക്കുന്നത്. 63 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഇബ്നു ബാസ് ഒരു തീർപ്പിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഫത്വയാണ് ഇവ ഉയർത്തിപ്പിടിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് പറഞ്ഞല്ലോ, അതായത് ഖാദി തൗഹീദും സുന്നത്തുമുള്ള ആളായിരിക്കണം, അതേപോലെ സത്യസന്ധരായ സാക്ഷികളെ വെച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയല്ലെങ്കിലോ ആ ഖാദിയുടെ തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല, അത് പ്രകാരം പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു കൊടുത്ത നസീഹത്തുണ്ട്. അതും ഇവർ വായിക്കുന്നില്ല. എന്തുകൊണ്ട് വായിക്കുന്നില്ല? അതിനുശേഷം പറയാണ്, അതായത് എന്ത് തീരുമാനമാണ് ഇനി ചെയ്യേണ്ടത്? ഇവരെന്താ ചെയ്യുന്നത്? വലിയ ഖാദി, ഇപ്പൊ നമ്മുടെ നാട്ടിലെ വലിയ ഖാദി ഇസ്തിഗാസവാദിയാണല്ലോ. അപ്പൊ അയാളെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല ഇവരുടെ വാദം. അപ്പൊ എന്ത് ചെയ്യണം? ഇവർക്ക് സൗദി അറേബ്യയുടെ മാസപ്പിറവി അനുസരിച്ച് നോമ്പും പെരുന്നാളും. എന്നാൽ മറ്റു മുസ്ലിമീങ്ങൾ കൂടെയല്ല ഇവർ നോമ്പെടുക്കുന്നത്. ഇവിടെ പെരുന്നാളൊക്കെ വ്യത്യാസമാണ്. ഷെയ്ഖിന്റെ ഫത്വ എന്താണ്? അതായത് 81 പേജ് നോക്കൂ നിങ്ങൾ. അങ്ങനെ മുസ്ലിമീങ്ങൾ, അതായത് താങ്കൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, ആ മുസ്ലിമീങ്ങൾ, അതായത് സുഡാനിലെ മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അവരോടൊപ്പം താങ്കൾ നോമ്പെടുക്കണം. ഇനി അവര് പെരുന്നാൾ ആഘോഷിച്ചാലോ, നോമ്പ് മുറിച്ചാലോ, നോമ്പ് നിർത്തിയാലോ, അവിടെ കൂടെ നോമ്പ് നിർത്തണം, പെരുന്നാൾ ആഘോഷിക്കണം. ഇതിന്റെയൊക്കെ മർമ്മപ്രധാനമായ വിഷയം എന്താണ്? ഷെയ്ഖ് പറയാണ്, വല്ലാഹു അഅലം കറാഹത്തു ശരീഅത്തിൽ ഇഖ്തിലാഫ്, ശരീഅത്ത് ഭിന്നിപ്പിനെ അങ്ങേയറ്റം വെറുക്കുന്നു. ഇതൊക്കെ വായിച്ചോ? തൗഹീദും സുന്നത്തുമുള്ള ആളായിരിക്കണം ഖാദി, അല്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതിനുശേഷം പറഞ്ഞു നസീഹത്തുണ്ട്. അത് എന്തുകൊണ്ട് വായിച്ചില്ല? കറാഹത്തു ശരീഅത്തിൽ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പ് അങ്ങേയറ്റം ശരീഅത്ത് വെറുക്കുന്നു. വതർഗീബുഹാ ഫിൽ ഇത്തിഫാഖി വൽ ഇഖ്തിലാഫ്, അതായത് പരസ്പരം ഇണക്കത്തോടെ യോജിച്ചുകൊണ്ട് ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക, ഒരുമിച്ച് നോമ്പെടുക്കുക എന്ന വിഷയം ശരീഅത്ത് അങ്ങേയറ്റം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് സുഡാനികളായ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്? അതായത് ഇങ്ങനെയുള്ള സത്യസന്ധരായ സാക്ഷികളൊന്നും ഏർപ്പെടുത്താത്ത, ആദർശവുമില്ലാത്ത ഒരു ഖാദിയാണെങ്കിൽ ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന നിലപാടാണ് താങ്കൾ സ്വീകരിക്കേണ്ടത് എന്ന്. അതായത് സൗദി അറേബ്യയിലെ മാസപ്പിറവി നോക്കണം എന്നല്ല ഇബ്നു ബാസ് പറഞ്ഞത്. അവിടെയും ഇബ്നു ബാസ് എന്താ പറഞ്ഞത്? ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കണം താങ്കൾ, ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കണം എന്നാണ്. അതല്ല ഭിന്നിച്ച് വേറെ കക്ഷികളായി മാറണമെന്നല്ല. സൂഫികൾക്ക് വേറെ പെരുന്നാളും നോമ്പും സലഫികൾക്ക് വേറെ പെരുന്നാളും നോമ്പും, ഇങ്ങനെയാണ് ഇബ്നു ബാസ് പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ കബളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഫത്വൊക്കെ പരിശോധിച്ച് നിങ്ങളുടെ ഈ ഒരു ദുർവ്യാഖ്യാനം പിടികൂടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബോധപൂർവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞ് ജനങ്ങളെ, മുസ്ലിമീങ്ങളെ തശ്വീഷിലാക്കുവാനും ഇഷ്കായിലാക്കുവാനും ഞങ്ങളെപ്പോലെയുള്ള തുല്ലാബുൽ ഇൽമ് സമ്മതിക്കില്ല എന്നാണ് ഇവിടെ സാന്ദർഭികമായി പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഗ്രൂപ്പിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ യാസിർ ബിൻ ഹംസയോട് അമല് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള അവസാനത്തെ ചോദ്യത്തിന് അങ്ങേര് നൽകിയിട്ടുള്ള മറുപടിയുടെ ആദ്യത്തെ 2 ക്ലിപ്പും അതിന് ആസ്പദമായി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ടെക്സ്റ്റുകളുമാണ് മേലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അത് ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. എന്താണ് അദ്ദേഹത്തിനുള്ള ചോദ്യം? തൗഹീദ് ഉള്ളവരാകണം എന്ന ഫത്വ 60 കൊല്ലം പഴക്കമുള്ളതാണ്. അതായത് ഒരു കാളിയാകണമെങ്കിൽ ആ കാളിയുടെ അടുക്കൽ പോയി ഷഹാദത്ത് പറയുന്നവരായ ആളുടെ ഷഹാദത്ത് സ്വീകരിക്കണമെങ്കിൽ അവർ തൗഹീദ് ഉള്ളവരായിരിക്കണം എന്നുള്ള ഫത്വ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏതായിരുന്നാലും സമ്മതിച്ചു, അൽഹംദുലില്ലാ. ആ ഫത്വക്ക് 63 കൊല്ലത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആകെപ്പാടെ പ്രശ്നം. ചില കാര്യങ്ങളൊക്കെ പഴകുന്നതിനനുസരിച്ച് രുചി കൂടും എന്നുള്ള കാര്യം നമ്മളെ യാസിർ ബിൻ ഹംസക്ക് വല്ലാതെ പിടികിട്ടൂല എന്ന് എനിക്കറിയാം. മൂപ്പര് അറേബ്യൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആളാണ്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പഴകിയിട്ട് വേണമെന്ന് കഴിക്കുക, അപ്പോഴതിന് രുചി ഉണ്ടാവും. ഷെയ്ഖ് ഇബ്നു ബാസ് 63 കൊല്ലം മുമ്പ് കൊടുത്തിട്ടുള്ള ഫത്വയുടെ തെളിച്ചവും വെളിച്ചവും ഇപ്പോൾ കൂടി വരികയാണ് സാഹിബേ. തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണിത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരേക്കും, അല്ലെങ്കിൽ ലോകമുണ്ടായ കാലം മുതൽ, അമ്പിയാക്കന്മാര് തൗഹീദ് പ്രബോധനം ചെയ്ത കാലം മുതൽ ഇന്ന് വരേക്കും അതിന് ഒരൊറ്റ രീതിയേ ഉള്ളൂ സാഹിബേ. അത് കാലത്തിനനുസരിച്ച് മാറൂല. ശൈഖ് ഇബ്നു ബാസ് 63 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള ഫത്വയാണെങ്കിലും ഇന്നും അതിന് വിലയിൽപ്പുണ്ട്. അതെന്നാണ് അതിന്റെ ഹക്ക് എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് മാറി ഫത്വ കൊടുക്കലല്ല തൗഹീദിന്റെ വിഷയത്തിൽ. മനസ്സിലായില്ലേ?
അപ്പോ 63 കൊല്ലം പഴക്കമുള്ളതായി പോയി എന്ന് പറഞ്ഞിട്ട് ആ ഫത്വയെ തള്ളിപ്പറയാൻ വേണ്ടിയുള്ള ഒരു വൃഥാശ്രമമാണ് ചോദ്യക്കാരനുള്ളത്. ഇത് യാസിർ ബിൻ ഹംസ ചോദിക്കാൻ വേണ്ടി പറയാ, മറ്റോൻ ചോദിക്കുക, യാസിർ ബിൻ ഹംസ ഇങ്ങനെ മറുപടിയും പറയാ. എന്നിട്ട് മൂപ്പര് പറയാ നമ്മൾ തുല്ലാബുൽ ഇൽമ് വിടൂലാന്ന്. നിങ്ങൾ അങ്ങനെ തുല്ലാബുൽ ഇൽമായി ചെറുതാല്ല സാഹിബേ. നിങ്ങളിവിടെ കൊണ്ടുവന്നത് ഷൈഖ് യാസിർ ബിൻ ഹംസ എന്ന പേരിലാണ്. നിങ്ങൾ വിസ്തക്കാരന് വേണ്ടി വക്കാലത്ത് പിടിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ പറയുന്നത് മുഴുവനും മങ്കത്തരമാണെന്നുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താ? തുല്ലാബുൽ ഇൽമാണ് നമ്മളെന്ന്. തുല്ലാബുൽ ഇൽമ് വെറുതെ ഇവിടെ. നിങ്ങളെ തുല്ലാബുൽ ഇൽമല്ല, നിങ്ങൾ വലിയ വലിയ ഷൈഖായി തന്നെ അവതരിക്കണം ഇവിടെ. നിങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ഇനി ഞങ്ങൾ പറയിപ്പിക്കാനുണ്ട്. നിങ്ങൾ ഈ സമുദായത്തെ, കേരളത്തിലെ തൗഹീദുള്ളവരായ മുഴുവൻ ആളുകളെയും ഇവിടുത്തെ കുബൂരിസത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി അച്ചാരം വാങ്ങി വന്ന ആളാണ്. നിങ്ങളെ മുഖംമൂടി ഞങ്ങൾ വലിച്ചു പടക്കേറും. നിങ്ങളുടെയും നിങ്ങൾ വക്കാലത്ത് പിടിച്ചിട്ടുള്ള വിസ്തക്കാരന്റെയും നിലപാടുകൾ ഞങ്ങൾ ഇവിടെ പൊളിച്ചടക്കുക തന്നെ ചെയ്യും. അത് ഏകദേശം ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. 63 കൊല്ലം കഴിഞ്ഞ ഫത്വ ആയതുകൊണ്ടാണല്ലേ മൂപ്പർക്ക് ഭയങ്കരമായ പ്രശ്നം. എന്തിനാ സാഹിബെ ഞാൻ ഇവിടെ ഫത്വ കൊണ്ടുവന്നത്? ഈ ഫത്വ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ ഞാൻ എന്തിനാ കൊണ്ടുവന്നത്? മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയം പറയാനല്ല. പിന്നെ എന്തിനാ കൊണ്ടുവന്നത്? നിങ്ങൾ ഇവിടെ പറഞ്ഞു കേരളത്തിലെ വലിയ ഖാദിയെ അംഗീകരിക്കണം. വലിയ ഖാദി മാസം ഉറപ്പിച്ചാൽ ആ തീരുമാനം ഖലാ അംഗീകരിക്കണം. അത് ഇവിടെ വിസ്റ്റക്കാരും അംഗീകരിക്കണം. കേരളത്തിലെ നിദവത്തുൽ മുജാഹിദിനും അംഗീകരിക്കണം. ഹിലാൽ കമ്മിറ്റി അംഗീകരിക്കണം. അവർക്ക് വേറെ കാഴ്ചയോ വേറെ പരിപാടികൾ ഉണ്ടാക്കാൻ പാടില്ല. കുബൂരി നേതാക്കന്മാര്, സൂഫി മശായിഖന്മാര് പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തെളിവ് ചോദിച്ചു. അപ്പോഴാണ് നിങ്ങൾ അബ്ദുൽ അസീസ് റൈസിന്റെ ഫത്വ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഓർമ്മണ്ടത്? കുബൂരി ഖാദിമാരെ അംഗീകരിക്കണം എന്നതിന് തെളിവായിക്കൊണ്ടാണ് നിങ്ങൾ അബ്ദുൽ അസീസ് റൈസിന്റെ ഫത്വ കൊണ്ടുവന്നത്. ആ ഫത്വ നിങ്ങൾ മൂടി വെച്ചു. അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ല. കാരണം എന്താ? അത് നിങ്ങൾക്കെതിരാണ്. അബ്ദുൽ അസീസ് റൈസ് പറഞ്ഞ വിഷയം അവസാനമായി പറഞ്ഞത് ജുംഹൂറുൽ ഉലമാ പറഞ്ഞിരിക്കുന്നത് ഒരു നാട്ടിൽ മാസപ്പിറവി ഉറപ്പിക്കാൻ വ്യക്തമായ സംവിധാനങ്ങളില്ല എങ്കിൽ, അവിടുത്തെ ഖാദി വിശ്വാസയോഗ്യന്മാരല്ല എങ്കിൽ, വിശ്വാസയോഗ്യന്മാരല്ലാത്ത ഖാദി നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. മറിച്ച് നിങ്ങൾ സ്വയം മാസം കണ്ടിട്ട് തീരുമാനിക്കണം. അതല്ലെങ്കിൽ തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യത്തിലേക്ക് നോക്കണം. ഏറ്റവും വിശ്വാസയോഗ്യന്മാര് സൗദി അറേബ്യയാണ്. ആ സൗദി അറേബ്യയുടെ നിലപാട് നിങ്ങൾ അംഗീകരിക്കണം. അതാണ് അസഹായ അഭിപ്രായം എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, വ്യക്തമായ നിലപാടിനെ നിങ്ങൾ മറച്ചു വെച്ചു ജനങ്ങളുടെ മുമ്പിൽ. ആ മാതിരി മറച്ചു വെക്കേണ്ട പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചതിന് വെച്ചല്ലേ നിങ്ങൾ തിരിഞ്ഞു നോക്കിയത്. നിങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. എന്ത്? കുബൂരി ഖാദിമാർ, തൗഹീദില്ലാത്ത ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖാദിമാരുടെ ഖലാ സ്വീകരിക്കാൻ പറ്റുമോ? അവരോട് സാക്ഷ്യം പറയുന്നവരായ ആളുകൾക്ക്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, ശിർക്കും കുഫറും ബിദ്അത്തും ചെയ്യുന്നവരാണെങ്കിൽ ആ ഖലാ സ്വീകരിക്കാൻ പറ്റുമോ? ആ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ? ഇതാകുന്നു വിഷയം. ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഫത്വ ഞാൻ കൊണ്ടുവന്നത്. ചോദ്യവുമുണ്ട് ഉത്തരവുണ്ട്. എന്നിട്ടിപ്പോ യാസിർ ബിൻ ഹംസ പറയാണ് അതിൽ വേറെ കുറെ അധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഞാൻ മറച്ചു വെച്ച് കളഞ്ഞു. എല്ലാം വായിക്കേണ്ട കാര്യം എനിക്കില്ല. ഷെയ്ഖ് ഇബ്നു ബാസിന് കിട്ടിയിട്ടുള്ള കത്തിനുള്ള മറുപടിയാണ്. ആ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് മേലെ പറഞ്ഞിട്ടില്ല. അത് ഷെയ്ഖ് ഇബ്നു ബാസ് വേറെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന വിഷയം, അതായത് തൗഹീദുള്ളവന്റെ ഖലാ മാത്രമേ അംഗീകരിക്കുവാൻ പാടുള്ളൂ എന്ന വിഷയം ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നിങ്ങളും സമ്മതിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾക്കെതിരല്ലേ? നിങ്ങൾ കേരളത്തിലെ ഖാദിമാർ, ഇന്ത്യയിലെ ഖാദിമാര്, സൂഫി മശായിഖന്മാരായ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും ചെയ്യുന്നവരുടെ തീരുമാനം അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റുകയില്ല, അത് പാടില്ലാത്തതാകുന്നു എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുള്ള വാചകം ഞാൻ ഉദ്ധരിച്ചപ്പം അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ചോദ്യമുണ്ട് ഉത്തരവുണ്ട്. ഞാൻ ചോദ്യവും കേട്ടിട്ടില്ല, ഉത്തരവും കേട്ടിട്ടില്ല. ആ പരിപാടി യാസിർ ബിൻ ഹംസന്റെ പരിപാടിയാണ്. അബ്ദുൽ അസീസ് റൈസിന്റെ ഫത്വ ഉദ്ധരിച്ചപ്പം അദ്ദേഹം ആ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. ആ കള്ളക്കളി കളിക്കേണ്ട ബാധ്യത ഇൽമുള്ളവരായ ആൾക്കാർക്ക് ഉണ്ടാവില്ല, മാന്യതയും മര്യാദയുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കതില്ല. നിങ്ങൾ വൈത്തിരി എന്നുള്ള ഏതെങ്കിലും ആദിവാസികളുടെ കൂട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ആളാണ്. എവിടെ? മദീന മുനവറ എന്ന പരിശുദ്ധമായ നാട്ടിൽ. അവിടെ നിങ്ങൾ വൃത്തികേടാക്കിയിട്ട് അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ. ആളുകളെ ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മദീന ബിരുദം എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? നിങ്ങൾ ആലോചിക്കണം. അത് ഇബ്നു ബാസിന്റെ ഫത്വയിൽ നിന്ന് ഞാൻ വായിച്ച ഭാഗം ഞാൻ വീണ്ടും വായിക്കാണ്. അത് യാസിർ ബിൻ ഹംസ കൊണ്ടുവന്നിട്ട് ടെക്സ്റ്റിലുണ്ട്. ഞാൻ വീണ്ടും വായിക്കാണ്. എന്താണ് ഉദ്ദേശം? അദ്ദേഹത്തോട് ചോദ്യം എന്താണ്? വഹൽ യജൂസുൽ ഇഅ്തിമാദു അല ശഹാദത്തില്ലതി തഅതി ബിവാസിതത്തിൽ ഖാദിയ ശറഈ ബി സുഡാനിലെ ശറഈയായ ഖാദി മുഖേന ഉണ്ടാകുന്ന സാക്ഷ്യം നമ്മൾ അംഗീകരിക്കൽ ജായിസാകുമോന്ന? വഖദ് യകൂനു ശാഹിദു ലാ യസൂമു വലാ യുസല്ലി. അവിടെ സാക്ഷ്യം പറയുന്ന വ്യക്തി ഒരു നിസ്കരിക്കുന്നവനല്ല,
അയാൾ നോമ്പ് നോൽക്കുന്നവനുമല്ല. വഗാലിബൻ ലാ യഖ്ലൂ മിൻ ദുആഇൽ അശ്ഖാസി, വ്യക്തികളോട് അല്ലാഹു അല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് അയാൾ ഒഴിവല്ല. വഅ്തിഖാദുഹും ഫീഹിം ജൽബുൽ മൻഫഅതി ഔ ദഫുൽ ലററി, ഉപദ്രവം നീക്കുവാനും ഉപകാരം കൊണ്ടുവരാനും കഴിയുന്നവരാണ് അവർ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സാക്ഷിയുമാണ്, ആ സാക്ഷികളുടെ സാക്ഷ്യത്തെ അംഗീകരിക്കുന്ന ഖാലിയുമാണ്. അത്തരം ഖാലിയുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് സാഹിബേ ഞാൻ വായിച്ചത്. ഞാൻ ചോദ്യം കട്ടിട്ടില്ല, എനിക്ക് കക്കേണ്ട കാര്യമല്ല. അത് നിങ്ങളെ ഏൽപ്പിച്ചു. ഈ കക്കുക, മറച്ചു വെക്കുക, അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ യാസിർ ബിൻ ഹംസയെ ഏൽപ്പിച്ചു. നിങ്ങൾ കട്ടാൽ നമ്മൾ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പിടികൂടും കേട്ടാ. എന്നിട്ട് അതിനുള്ള മറുപടി എന്താ? വൽ ജവാബു അൻ നഖൂല വബില്ലാഹിൽ മുസ്തആൻ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മൽ ഇഅ്തിമാദു. ഉത്തരം പറയട്ടോ. അമ്മൽ ഇഅ്തിമാദു അല ശഹാദത്തില്ലതി മിനൽ ഖാദി അശ്ശറഈ ബിസുഡാൻ, സുഡാനിലെ ശറഈയായ ഖാദിയിൽ നിന്നും ഉണ്ടാകുന്ന ഷഹാദത്തിനെ സ്വീകരിക്കൽ, അതിനെ അവലംബിക്കൽ. എങ്ങനെയുള്ള ഖാദി? വഖദ് യജൂസു അൻ യകൂന ശാഹിദ് ഫാസിഖൻ, കണ്ട സാക്ഷി ഒരു പക്ഷേ ഫാസിഖാവും, തോന്നിവാസിയാകും. ഔ കാഫിറായി തീരും. ലി തർക്കിഹി അസ്സലാത്ത, നിസ്കാരം ഉപേക്ഷിക്കുന്നത് വഴി. ഔ ദുആഇൽ അംവാത്ത്, അല്ലെങ്കിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് വഴി കാഫിറായി പോവുക. അവിൽ ഇസ്തിഗാസത്തി ബിഹിം, അല്ലെങ്കിൽ അവരോട് സഹായാർത്ഥന നടത്തിക്കൊണ്ട് കാഫിറായി പോവുക. അങ്ങനെ കാഫിറായി പോകുന്ന സാക്ഷിയായിരിക്കും. വനഹുദാലിക, അതല്ലേ നിങ്ങളെ ചോദ്യം? ഇങ്ങനെയുള്ള ആളുടെ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് തീരുമാനം പറയുന്ന ഖാദിയെ അംഗീകരിക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? വൽ ജവാബ്, അതിനുള്ള ഉത്തരാണ് അയ്യുഖാല, ഇങ്ങനെ പറയും. ഇന്ന ശർത്ത ഖബൂലി ഷഹാദ ഫീ ഹാദാ, ഇതുപോലെയുള്ള കാര്യത്തിൽ ഷഹാദത്ത് സ്വീകരിക്കുന്നതിന്റെ നിബന്ധന എന്തെന്നാൽ വഗൈരിഹി, ഇത് മാത്രമല്ല വേറെ ഏത് വിഷയത്തിലാകട്ടെ ഷഹാദത്ത് സ്വീകരിക്കണമെങ്കിൽ അയ്യകൂന ഷാഹിദ് മുസ്ലിമൻ അദ്ലൻ, ആ സാക്ഷി മുസ്ലിമുമാകണം, അദ്ലുമാകണം, നീതിയുക്തനായിരിക്കണം, വിശ്വാസിയായിരിക്കണം, മുഅ്മിനായിരിക്കണം. വൈദാ കാനൽ ഖാദി സാഹിബ തൗഹീദിൻ വസുന്നത്തിൻ, ഖാലിയായ വ്യക്തി തൗഹീദുള്ളവനും സുന്നത്തുള്ളവനുമാണ് എങ്കിൽ വയഹ്തമ്മു ബിശഹാദത്തി, അയാൾ സാക്ഷ്യത്തെ പരിഗണിക്കുന്നവനായിരിക്കും. വയഅ്തനി ബിശൂദി വലാ യഖ്ബലു ഇല്ലൽ അദൂൽ, നീതിയുക്തന്മാരായ ആളുകളിൽ നിന്നുള്ള സാക്ഷ്യമല്ലാതെ ശരിയായ ഖാലിമാര് സ്വീകരിക്കുകയില്ല. വജമഅ്തിമാദു മാ യരിദു മിൻഹു, അങ്ങനെയുള്ള ശരിയായ നിലക്ക് ഖലാ പറയുന്ന ഒരു ആളാണെങ്കിൽ, അഥവാ തൗഹീദും സുന്നത്തുമുള്ള ഒരു ഖാദിയാണ് എങ്കിൽ അയാൾ കൊണ്ടുവരുന്ന തീരുമാനത്തെ അവലംബിക്കൽ നിർബന്ധമാണ്. അമ്മാ ഇദാ കാന ബിഖിലാഫി ദാലിക, ഇനി അതിനെതിരാണെങ്കിലോ? തൗഹീദ് ഇല്ലാത്തവനാണ്, അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നവനാണ്, അതുപോലെ ഇസ്തിഗാസ നടത്തുന്നവനാണ്, ആ തരത്തിൽ കുഫറിൽ ചാടിയവനാണ് എങ്കിൽ അവന്റെ സാക്ഷ്യവും സ്വീകരിക്കാൻ പറ്റൂല, ആ സാക്ഷ്യം സ്വീകരിക്കുന്ന ഖാദിയെയും സ്വീകരിക്കാൻ പറ്റൂല. ഫലൈസ അലാ ഇസ്ബാതിഹി അമലുൻ, അങ്ങനെയുള്ള ഒരാളുടെ ഖലാ സ്വീകരിക്കാനോ അതനുസരിച്ച് അമല് ചെയ്യാനോ പാടില്ല എന്നാണ്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട നിലപാട് എന്തായിരിക്കണം എന്ന് വേറെ പറയാണ്. അത് വേറൊരു വിഷയമാണ് സാഹിബ്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്, വേറെ വിഷയം തന്നെ. ഞാനത് വായിക്കാതെ വിട്ടിട്ടില്ല, അതിന്റെ ഭാഗവും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കേണ്ട വിഷയം എന്താണ്? ഒരു ഖാദിക്കുണ്ടായിരിക്കേണ്ട ഷർത്ത് എന്താണെന്നുള്ളതാണ്. തൗഹീദുള്ളവനായിരിക്കണം, സുന്നത്തുള്ളവനായിരിക്കണം. അങ്ങനെയുള്ളവന്റെ വിധി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന ഇബ്നു ബാസിന്റെ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അത് ഇതുവരെ നിങ്ങൾ വ്യക്തമാക്കിയിട്ടല്ലോ. നിങ്ങൾ അബ്ദുൽ അസീസ് റൈസിനെ കൊണ്ടുവന്നത് സൂഫികളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ആ സൂഫികളെ സ്വീകരിക്കാമെന്നുള്ള ആ നിലപാട്, ഇബ്നു ബാസിന്റെ ഈ നിലപാടും ഏതാ നിങ്ങൾക്ക് സ്വീകാര്യം സാഹിബേ? നിങ്ങളൊന്ന് പറയത്. എന്നിട്ട് ഈ വിഷയത്തെ മൂപ്പര് തൊടുന്നല്ല. എന്നിട്ട് അതിന്റെ അടിയിലുള്ള ഞാൻ വായിച്ചിട്ടില്ല എന്നാ. അടിയിലുള്ള വായിക്കേണ്ട കാര്യം എനിക്കില്ല. ഇനി വായിച്ചെന്നുള്ളത് പ്രത്യേകിച്ച് യാതൊരു ദോഷം എനിക്കില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം കേട്ടോ. അപ്പൊ പറഞ്ഞു വെച്ചതിന് ഉദ്ദേശം തൗഹീദുള്ള ഖാദിയായിരിക്കണം, മുസ്ലിമായ ഖാദിയായിരിക്കണം. അയാൾ സ്വീകരിക്കുന്ന സാക്ഷ്യം സ്വീകരിക്കണമെങ്കിൽ അദ്ലായ നീതിയുക്തന്മാരായ ശരിയായ സാക്ഷികൾ മുഖേനയായിരിക്കണം. ആ നിലക്ക് ഉള്ള സാക്ഷ്യം സ്വീകരിച്ച് ഒരാൾ പ്രഖ്യാപിച്ചാൽ, ശറഈയായ ഒരു ഖാദി ഒരു കാര്യം തീരുമാനിച്ചാൽ, പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്. അല്ലെങ്കിലോ? ഇനിയിപ്പോൾ അങ്ങനെ അല്ലാത്ത കേസ് ഉണ്ടാവുമല്ലോ. ഈ നിബന്ധനകളൊന്നും ഇല്ലാത്തൊരു ഖാദിയാണ് നാട്ടിലുള്ളത് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആ ചെയ്യേണ്ട കാര്യമാണ് പിന്നീട് പറയുന്നത്. വയഅ്തമിദു ഫീ മിത്ലി ഹാദാ അലാ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ റസൂലുള്ളാഹിന്റെ വാക്കെടുക്കേണ്ടത്. ഏത് വാക്ക്? അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്രു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹാ യൗമ തുളഹൂൻ.
നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാകുന്നു നോമ്പ്, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാകുന്നു പെരുന്നാള്, നിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാകുന്നു ബലിപെരുന്നാൾ. അപ്പൊ ജനങ്ങളോടൊപ്പം നടത്തണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഒരു നാട്ടിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ എന്നാണോ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ കൂട്ടത്തിൽ കൂടിക്കൊള്ളണം എന്നാ പറഞ്ഞത്. സുഡാൻ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ കണക്കനുസരിച്ച് 97% മുസ്ലിമീങ്ങളുടെ നാടാണ്. അവിടെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചാണ് ഭരിക്കുന്നതെന്ന് അപ്പൊ അവസാനം കിട്ടിയിട്ടുള്ള വിവരം. ശരീഅത്ത് അനുസരിച്ച് പോകുന്ന ഒരു രാജ്യമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന എന്റെ വായനയിൽ മനസ്സിലായത്. ആ നാട്ടിൽ മഹാഭൂരിപക്ഷം വരുന്നത് സൂഫികളാണ്, സുന്നി സൂഫികൾ എന്നാണ് പറയുന്നത്. അവർ മാലിക്കി മദ്ഹബുകാരാണ്, ഭൂരിപക്ഷം ആളുകൾ മാലിക്കി മദ്ഹബുകാരാണ്. അവിടെ ധാരാളം സലഫികൾ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ 97% മുസ്ലിമീങ്ങളുള്ള ഒരു നാട്ടിൽ ആ നാട്ടിലെ ഭരണാധികാരി ശറഈയായ ഖാളി ഉറപ്പിക്കുന്ന കാര്യം ശരിയല്ലെങ്കിൽ നിങ്ങൾ ആ തീരുമാനം അംഗീകരിക്കേണ്ടതില്ല. എന്നാലും ആ നാട്ടിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ കൂട്ടത്തിൽ നിങ്ങളും ആഘോഷിച്ചോ എന്നാണ് ഇബ്നു ബാസ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് എന്ത് ഹദീസ് ഉദ്ധരിച്ചത്? അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹാ യൗമ തുളഹൂൻ വഫീ ലഫ്ളിൻ. വേറെ ചില ഹദീസിലുണ്ട് അൽ ഫിത്റു യൗമ യുഫ്തിറുൻ നാസ് അൽ അദ്ഹാ യൗമ യുളഹിൻ നാസ്. ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന, ജനങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാകുന്നു ബലിപെരുന്നാൾ. അപ്പോൾ ഭൂരിപക്ഷം ജനസമൂഹം എന്നാണ് ഒരു നാട്ടിലുള്ളത് അതിന്റെ കൂടെ നിങ്ങൾക്ക് കൂടാം എന്നാണ് ഈ പറഞ്ഞത്. വകുല്ലുഹാ അഹാദീസുൻ സഹിഹ ഫൈദാ സാമൽ മുസ്ലിമൂന അല്ലദീന അൻത ബൈനഹും. നീ ഏതൊരു സമൂഹത്തിലാണോ ഉള്ളത്, ഫൈദാ സാമൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, അല്ലദീന അൻത ബൈനഹും, നീ അവർക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിൽ, സുംത മഅഹും, നീ അവരുടെ കൂടെ നോമ്പ് നോൽക്കണം. വൈദാ അഫ്തറൂ, അതിന് അവർ ഫിത്ര ആഘോഷിക്കുകയാണെങ്കിലോ, അഫ്തർത മഅഹും, നീ അവരുടെ കൂട്ടത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കണം. വൽഹംദുലില്ലാ അലാ തൈസീരിഹി വതസ്ഹീലിഹി വസ്സിർറു ഫീ ദാലിക വല്ലാഹു അഅലം. അങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിക്കാനുള്ള കാരണം എന്താണ്? കറാഹത്തു ശരീഅതി ലിൽ ഇഖ്തിലാഫി, ആളുകൾക്ക് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരു ഇഖ്തിലാഫ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വതർഗീബുഹാ ഫിൽ ഇത്തിഫാഖി വൽ ഇഖ്തിലാഫി, ആളുകൾക്കിടയിൽ ഇണക്കവും സൗഹൃദവും യോജിപ്പും ഉണ്ടാക്കണം എന്ന നിലക്കാകുന്നു ഇങ്ങനെ കൽപ്പിക്കാനുള്ള കാരണം എന്നും ശൈഖ് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സുഡാൻ എന്ന് പറയുമ്പോൾ 97% മുസ്ലിമീങ്ങളുള്ള ഒരു നാട്ടിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ ശറഈയായ ഖാളിയുണ്ട്. ആ ഖാളിയുടെ തീരുമാനം ശരിയല്ലാത്ത തീരുമാനം എടുത്താൽ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. എന്നാലും ശരി, ആ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കൊപ്പം നിങ്ങൾ നിന്ന് പോകണം എന്നേ അവിടെ പറയാൻ പറ്റൂ. ഫത്വ അതേ പറയാൻ പറ്റൂ. നിങ്ങൾ സൗദി അറേബ്യയുടെ കൂടെ ആണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ശൈഖ് ഇബ്നു ബാസിന് പറയാൻ പറ്റുമോ? അങ്ങനെ നിയമം പറയാൻ പറ്റുമോ? അങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ചോ അല്ലെങ്കിൽ നോമ്പെടുത്തോ എന്ന് പറഞ്ഞ സന്ദർഭമുണ്ട്. ആ സമയത്ത് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറയേണ്ട സമയമല്ല. കാരണം ഒരു സ്വതന്ത്ര പരമാധികാര ഇസ്ലാമിക രാജ്യം, 97% മുസ്ലിമീങ്ങളുടെ ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അവിടുത്തെ തീരുമാനത്തിന്, അവിടുത്തെ ഭൂരിപക്ഷ തീരുമാനത്തിന് എതിരായിക്കൊണ്ട് സൗദി അറേബ്യയുടെ കൂടെയാണ് നോമ്പെടുക്കേണ്ടത്, പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് ഒരാളും പറയില്ല, ഒരു ഫത്വയും കൊടുക്കൂല, ഒരു ആലിമോ ചെയ്യൂല. കാരണം എന്താ? നാട്ടിൽ ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കലാണ്. അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ ആരും കൂട്ടു നിൽക്കൂല. മനസ്സിലായോ? അതല്ല നമ്മുടെ നാട്ടിലെ വിഷയം. ഇവിടെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താ അറിയോ? മാസപ്പിറവിയുടെ വിഷയത്തിൽ 3 തരം നിലപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇസ്ലാമികമായ നാട്, മുസ്ലിം ഭൂരിപക്ഷമുള്ള നാട്, ആ നാട്ടിൽ ഇസ്ലാമികമായ ശരീഅത്ത് അനുസരിച്ചാണ് വിധിക്കുന്നതെങ്കിൽ ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ എത്ര വലിയ വിപുലമായ രാജ്യമാണെങ്കിലും ശരി, എത്ര വിശാലതയുള്ള രാജ്യമാണെങ്കിലും ശരി, ഉദയാസ്തമനങ്ങളിൽ 2-3 മണിക്കൂർ വ്യത്യാസമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യമാണെങ്കിലും ശരി, ആ ഭരണാധികാരിയുടെ തീരുമാനം എന്തോ ആ തീരുമാനം അനുസരിച്ചാണ് ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അഥവാ ഇഖ്തിലാഫുൽ മതാലി ഒന്നും അവിടെ പരിഗണിക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, അനിസ്ലാമികമായ രാജ്യം, ഇസ്ലാമികമായ ഭരണം ഇല്ലാത്ത നാട്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ നാട്, അത്തരം മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ ഒരു നാടിലാണ് എങ്കിൽ അവിടെ മുസ്ലിമീങ്ങൾക്ക് ഏകീകൃതമായ ഒരു സംവിധാനം ഉണ്ടാകണം. മാസമർപ്പിക്കുക, അതുപോലെ പൊതുവായ പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതു സംവിധാനം ഉണ്ടാകണം. ഒരു മജ്ലിസുൻ ഇൽമി ഉണ്ടാകണം, മജ്ലിസുൻ ഇസ്ലാമി ഉണ്ടാകണം. അങ്ങനെ ഇസ്ലാമികമായ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുവാനും നടപ്പാക്കാനും പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ ആ സംവിധാനത്തിന്റെ തീരുമാനം ഈ വിഷയത്തിൽ എന്താണോ അത് നമ്മൾ നടപ്പാക്കണം. അത് നടപ്പാക്കുന്ന ഒരു പക്ഷേ ആ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചാണെങ്കിൽ അതെടുക്കണം. അതല്ല സൗദി അറേബ്യയിലോ തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിലോ ഉള്ള സംവിധാനങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാമെന്നാണോ തീരുമാനിക്കുന്നത്, അതെടുക്കാം. ഒരു വിരോധവും ഇല്ല. ഇനി മൂന്നാമത്തെ എന്താ? ഇങ്ങനെ ഇസ്ലാമികമായ ഭരണമില്ല,
മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷവുമാണ്. മുസ്ലിമീങ്ങൾക്ക് അവിടെ മാസപ്പിറവി പോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു പൊതു സംവിധാനവുമില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? അത് മൂന്നാമത്തെ ഒരു വിഷയമാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തിന്റെ തീരുമാനം സ്വീകരിക്കാം. ഇതിലിപ്പോ നമ്മളെ കേരളം ഏതിലാണ് പെടുക? അതിന് ഉത്തരം കിട്ടിയാൽ മതി. അതിന് യാസർ ബിൻ ഹംസ ഉത്തരം പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഏകീകൃതമായ ഇസ്ലാമികമായ ഭരണം ഉള്ള നാടാണോ? ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷമല്ലേ? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാസം ഉറപ്പിക്കുന്ന വിഷയത്തിലോ അതുപോലെയുള്ള മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ വിഷയങ്ങളിലോ ഒരു ഏകീകൃത സംവിധാനം ഇല്ല. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏകീകൃത സംവിധാനം ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് തൗഹീദ് ഉള്ളവരായ ആളുകൾക്ക് പോലും ഏകീകൃത സംവിധാനമില്ല. മുജാഹിദികൾ വിസ്തക്കാരായ ആളുകൾക്ക് 28 ദിവസം ഹിലാൽ കമ്മിറ്റിക്ക് 29. അങ്ങനെ വേറെ ചില ആൾക്കാർ കണക്ക് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കണമെന്ന് പറയുന്നു. വേറെ ചില ആൾക്കാർ കണക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പോകണമെന്ന് പറയുന്നു. ആകാശത്തിലേക്ക് നോക്കേണ്ടതില്ല, കലണ്ടറിലേക്ക് നോക്കി തീരുമാനിക്കാമെന്ന് പറയുന്നു. ഇങ്ങനെ സലഫികൾ എന്ന് പറയുന്നവരായ ആളുകൾക്ക് ഈ വിഷയത്തിൽ 4 തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ സമസ്തക്കാരായ ആളുകളോ, അവർക്കും ഏകീകരണ സ്വഭാവമല്ല. അവർ AP വിഭാഗക്കാർ, EK വിഭാഗക്കാർ എന്ന് പറയുന്ന 2 വിഭാഗക്കാരാണ്. ഇവർ പരസ്പരം ഈ വിഷയത്തിൽ യോജിക്കുന്നവരല്ല. അപ്പോൾ ഏകീകൃത സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ ഇല്ല. ഇന്ത്യ രാജ്യത്ത് ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത് മിക്കവാറും 4 ദിവസങ്ങളിലാണ്. കേരളത്തിൽ കഴിഞ്ഞ പെരുന്നാൾ ആഘോഷിച്ചത് 3 ദിവസങ്ങളിലാണ്. ഇങ്ങനെയുള്ള വിവിധങ്ങളായ സംഗതികൾ, ഏകീകരണ സ്വഭാവം ഇല്ലാത്ത ഒരു രാജ്യമാണ്, ഒരു നാടാണ് കേരളവും ഇന്ത്യയും എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇതാണ് വിഷയം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ചുരുങ്ങിയത് എല്ലാ മുസ്ലിം സംഘടനയിൽപ്പെട്ടവരായ ആളുകളും ഒരു ഏകീകൃത സംവിധാനം ഉണ്ടാക്കുക. എങ്കിൽ ആ സംവിധാനത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ പോകണം. നമുക്ക് തർക്കമില്ല. അത് നമ്മൾ പലപ്പോഴും ഇവിടെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് ശൈഖ് ഇബ്നു ബാസിനെ പോലെയുള്ള ആൾക്കാർ ഫത്വ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് അവിടുത്തെ മാസപ്പിറവിയെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങളെ ഈ തല്ലും പിടിയും നിങ്ങളുടെ ഈ വഴക്കും വക്കാണവും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഇവിടെ കഴിയുന്നില്ല. ഇവിടെ സലഫികളായ ആളുകൾ മാസം കണ്ടാൽ ഇവിടുത്തെ ഖുബൂറി ഖാദിമാർ അംഗീകരിക്കില്ല, ഇവിടുത്തെ ഹിലാൽ കമ്മിറ്റി അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഒരു വിശ്വാസവുമില്ലാത്തവരായ ആളുകളാണ് ഇവിടുത്തെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നു. ഇതിലെന്താണ് തെറ്റ്? അല്ലെങ്കിൽ തൊട്ടടുത്ത ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ ഫോളോ ചെയ്യാം എന്ന് ഞങ്ങൾക്ക് അനുമതിയുണ്ട്. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇതെന്താണ് ഇതിൽ അപാകത എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചർച്ച അവിടെ അവസാനിക്കും.